കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലം വഹാബികൾ ഈ മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്കാരോപിച്ച് ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ആ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ഈ ഉമ്മത്തിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു അത് അപ്പടി കോപ്പി അടിച്ചിട്ട് മറ്റു മുജാഹിദുകളോട് ഈ മുജാഹിദീങ്ങൾ പറയാണ്. അങ്ങനെ മൗലവി പറയാണ്, രണ്ട് വണ്ടി ഇങ്ങനെ പോകാൻ, ആ രണ്ട് വണ്ടി പോകുമ്പോ ഒരു വണ്ടി ട്രാക്ക് തെറ്റി. അങ്ങനെ ട്രാക്ക് തെറ്റിയപ്പോൾ ആ ട്രാക്ക് തെറ്റിയ വണ്ടിക്കാര് ട്രാക്ക് തെറ്റാതെ പോണ വണ്ടിക്കാരെ ബാക്കിന്ന് വിളിച്ചിട്ട് പറയാണ്, ആ വണ്ടി ട്രാക്ക് തെറ്റിക്കണു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സാധാരണയായിക്കൊണ്ട് രണ്ട് വണ്ടികൾ ഒരു റൂട്ടിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഒരു വണ്ടി ഇടച്ചിറങ്ങി തെറ്റായ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വണ്ടിയിലുള്ള ആളുകൾ പറയുന്ന ഓർക്ക് വഴി തെറ്റിയിട്ടുണ്ട്, ഓലെടുക്കോ പോണതാ. അതങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മര്യാദയ്ക്ക് ഹിജറ 5 ആരംഭിച്ച ഇസ്ലാം കൃത്യമായ തൗഹീദ് സബീലുൽ മുഅ്മിനിലൂടെ സിറാത്തുൽ മുസ്തഖീം ഫോളോ ചെയ്തു പോവുകയും, അങ്ങനെയാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്നൊരു യുക്തിവാദം നജിദിൽ നിന്നൊരു തീവ്രവാദം കൊണ്ടെന്ന് ഇവിടെ ചേരുവ ചേർത്തൊരു കുത്തിത്തീർപ്പുണ്ടാക്കിയ ഒരു ലൊട്ടിലൊടുക്ക് വണ്ടി കയറിയിട്ട് മുന്നു പോണ മുസ്ലിമീങ്ങളൊക്കെ ട്രാക്ക് തെറ്റി ശിർക്കിലാന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വഴി തെറ്റിയവർ ഇടച്ചിറങ്ങിയവർക്കാണ്. അതാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങളെ കയ്യിലുള്ളത് ഒന്ന് ഈജിപ്തിലെ യുക്തിവാദമാണ്, മറ്റത് നജിദിലെ തീവ്രവാദമാണ്. ഇതിന് നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ മുശ്രിക്കുകളെന്നും ബഹുദൈവ വിശ്വാസികളെന്നും വിളിക്കുകയും ഈ കൊച്ചിയുടെ മണ്ണിൽ തൗഹീദിന്റെ വിപ്ലവം തീർത്ത മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, അതാണ് ഇയാളൊക്കെ ഈ കുത്തിത്തിരിപ്പിന്റെ ആശാനെ. അയാൾക്ക് രാവിലെ യാ റസൂലല്ലാഹ് ഒരു വട്ടം വിളിച്ച 1000 വട്ടം കാഫിർ, 1000 വട്ടം വിളിച്ച 10000 വട്ടം കാഫിർ എന്ന് പറഞ്ഞ് ഡബിൾ കാഫിറാക്കണ പരിപാടിയാണ്, ഡിസ്കൗണ്ട് സഹിതം. അയാളെപ്പോഴും അണികൾ കാഫിറാക്കി കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സലഫി പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ഫതാവി 2-ാം വാള്യത്തിൽ കമാ ഖാലൽ അല്ലാമ ഉമർ അഹ്മദ് അൽ മലൈബാരി എന്ന് പറഞ്ഞ് ഉമർ മൗലവി അല്ലാമ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ കോളായി. കേരളത്തിലൊരു മൗലവിനെ പറ്റി ഗൾഫിലൊരു മൗലവി ഉസാറാന്ന് പറഞ്ഞിരിക്കണെന്ന് അത്രേ ഉള്ളൂ. ആ ഉമർ മൗലവിക്ക് തൗഹീദിൽ അബദ്ധം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ കേന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി ഇമാമിന്റെ തൗഹീദിലും കിതാബിലും അബദ്ധം ഉണ്ട് എന്നല്ല നിങ്ങൾ പറയുന്നത്. ഇബ്നു കസീർ എഴുതി വെച്ചത് ഷിർക്കാന്നല്ല നിങ്ങൾ പറയുന്നത്. ഇമാം റാസി എഴുതി വെച്ചത് ഷിർക്കാന്നല്ല നിങ്ങൾ പറയുന്നത്. അവിടെ ഒന്നും നിങ്ങൾക്ക് ടെൻഷനില്ല. ഈ ഉണക്ക മൗലവി ഉമർ മൗലവിക്ക് അസം മൗലവി മരിക്കാൻ നേരത്ത് നിങ്ങൾ കാഫിറായി മരിക്കാണ് വഹാബിയക്കോളിൽ നിന്ന് കത്തെഴുതിയ ഈ പുരോഹിതനെ കുഞ്ഞാടുകൾ ഇപ്പൊ മുശ്രിക്കാക്കിയില്ല, ബൽക്ക് പള്ളിക്കടി. ഈ കൊച്ചിയിലുള്ള മുജാഹിദുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, ഇബ്നു കസീർ ഷിർക്ക് പ്രചരിപ്പിച്ചു എന്ന് വിശ്വസിച്ചിട്ട് പിന്നെ ആ കിതാബ് തെളിവാന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുണ്ടോ? ഇമാം നബവി റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയെ വിളിക്കാൻ പറഞ്ഞ ഷിർക്ക് എഴുതി വെച്ചിട്ട് പിന്നെ ആ നബി ഇമാമിനെ ഇമാം എന്ന് വിളിക്കണില്ല, യുക്തിയോ പ്രമാണമോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? മഹാനായ ഉമർ മൗലവി കേരളത്തിൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. വലിയ കോളായി ഈ ഉമ്മത്തിനെ വെട്ടിമുറിക്കാൻ. ആ ഉമർ മൗലവിക്ക് തൗഹീദിൽ പഴച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തൗഹീദ് പഴച്ചു എന്ന് പറയുന്നവരാണ് യഥാർത്ഥ മുജാഹിദുകൾ. എന്നാൽ ഇമാം നബവിന്റെ തൗഹീദ് പഴച്ചു എന്ന് പറയണോൽക്ക് പഴച്ചു എന്ന് പറയണോല ഞങ്ങൾ. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ശിർക്കുണ്ട് പിഴവുണ്ട് എന്ന് പറയണോൽക്കാണ് പിഴവ് എന്ന് പറയണോല ഞങ്ങൾ കറൂത്ത തണ്ടല്ല പിടിച്ചത്. ഈ ഉമർ മൗലവി ഉണക്ക മൗലവി കറുമൂസ സണ്ട. ഇബ്നു കസീറും ഇമാം നബിയൊക്കെ ആ വിഷയത്തിൽ കുറ്ററുപ്പുള്ള തേക്ക തെറ്റിയിട്ടില്ല. അതിനർത്ഥം അദ്ദേഹം ഒരു മഅസൂമാണെന്നല്ല, നേരെ മറിച്ച് തൗഹീദിന്റെ വിഷയത്തിൽ ഉമർ മൗലവിക്ക് ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന് 100ക്ക് 101 തവണ പറയാൻ ഓരോ മുജാഹിദിനും സാധിക്കും. ഇബ്നു കസീർ എഴുതി വെച്ചത് ഷിർക്കല്ല എന്ന് പറയാനാ സുന്നിയക്ക് സാധിക്കുക. ഇമാം നബി റസൂലുള്ളാഹിന്റെ ജാറത്തെങ്ങും പോയി വിളിക്കാൻ പറഞ്ഞത് ഷിർക്കല്ല എന്ന് പറയാനാ ഞങ്ങൾക്ക് സാധിക്കുക. കണിശമായ തൗഹീദിന്റെ വക്താവായിരുന്നു അദ്ദേഹം. എന്നാൽ ഇന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പക്ഷത്തുള്ള ഒരു പ്രമുഖനായ വ്യക്തി, അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഉമർ മൗലവിക്കൊക്കെ തൗഹീദിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ കിതാബിൽ തൗഹീദിനെതിരായ ആശയമുണ്ട് എന്ന് പറയുമ്പോൾ ബൽക്ക് പ്രശ്നമല്ല. തൗഹീദിനെതിരായ ആശയം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് നബി ഇമാം എന്ന് പറയുമ്പോൾ ബൽക്ക് പള്ളിക്കടിയില്ല. ഈ ഉണക്ക മൗലവിക്ക് തൗഹീദ് പേച്ചറിയുമ്പോൾ ബൽക്ക് ഉറക്കം പോണേ. ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായാൽ നോക്കിയാൽ നിങ്ങൾ ഞാൻ തൗഹീദീകരിച്ച് അല്ല, അങ്ങനല്ല. ഇബ്നു കസീറിന് തൗഹീദ് ഇരുന്നില്ലേ? അതാണ് ഉമർ മൗലവിക്ക് തൗഹീദ് പേച്ചു എന്ന് പറയാൻ പറ്റുമോ എന്ന് ഈ ജിന്നാരൻ ആ മുജാഹിദിനോട് ചോദിക്കുമ്പോ പറഞ്ഞു ഇബ്നു കസീറിന് പേച്ചു എന്ന് പറയാൻ പറ്റുമോ? അതിന് മറുപടി പറഞ്ഞാൽ കുടുങ്ങും. കാരണം ഇബ്നു കസീറിലുള്ളത് റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ങ പോയി വിളിക്കാനുള്ള തെളിവ്. ഇതാണ് സഹോദരന്മാരെ വഹാബികളുടെ അവസ്ഥ.